ഗേസ് ഫാമിലി ലവേഴ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് കേട്ടോ. കഴക്കൂട്ടം നമ്മൾ ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ്. ആറ്റിൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, ആറ്റിൻകുഴിയാണോ കരയാണോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. നല്ല കിടില ഒരു മട്ടൻ ബിരിയാണി കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ എന്ത് പറയണമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രദറിന് ഞാൻ പറഞ്ഞായിരുന്നു, മുൻപിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഈ ചെടികളൊക്കെ കാണിക്കുന്നത് നമ്മൾ അരളിയില്ലേ, അതാ കേട്ടോ. അത് പൂത്ത് നിൽക്കുന്ന നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അറിയാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ അത് കാണിക്കുന്നത്. പിന്നെ നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാം കഴക്കൂട്ടത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവേണ്ടത്. അപ്പോൾ ബൈപ്പാസ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ടാണ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഹോട്ടൽ കഴിഞ്ഞിട്ട് വേണം വരേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ അനിയന് ആക്സിഡൻറ്റ് പറ്റി, ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ടോ പറ്റിയത്. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ വയനാട്ടിലായിരുന്നു. അപ്പോൾ ഇവനെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെന്താ, അപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയെന്ന് വെച്ചാൽ ഇവനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയത്. ഒരാഴ്ച കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കണ്ടില്ലേ ആ ഹെഡിൻ്റെ അവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബിരിയാണി കഴിച്ച കടയിൽ നിന്ന് ഒരു പേട വാങ്ങിച്ച കോപ്രയായിട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കുറച്ച് ഷോട്ട് എടുത്തായിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആ ഭാഗത്തായിട്ടോ കാണിക്കേണ്ടത്. അപ്പോൾ ഇവനെ നോക്കിയ ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ നന്നായിട്ട്. ഹോട്ടൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ശരണ്യ മെസ്സ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എന്തായാലും കിട്ടും. അപ്പോൾ അവനെ എന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്നെ അവിടെ കൊണ്ടുപോയി കഴിപ്പിക്കണം. ബിരിയാണി കൊള്ളാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല. തമിഴരെ ഷോപ്പാണ്. അപ്പോൾ തമിഴ്നാട് ബിരിയാണി കഴിക്കാം, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിട്ടോ. പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ആ മണം ഉണ്ടല്ലോ കയ്യിൽ നിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം ടേസ്റ്റിനുമായാലും എല്ലാം എന്തോ അടിപൊളിയാണ്. അപ്പോൾ അവരെന്നെ കളിയാക്കുകയാണ് ഗൈസ്. ചിക്കൻ 65 ഞാൻ ചൂടോടെ അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെറുതെ അത് ചൂട് കളയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. 24 ഹവേഴ്സും ഇവിടെ പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വന്നാൽ ബിരിയാണി റെഡിയാണ്. അപ്പോൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. അപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി മേടിച്ചിട്ട് 2 പേരായിട്ട് കഴിച്ചു. അവർ 2 ബിരിയാണി മേടിച്ചു. അപ്പോൾ സലാഡ്, പിന്നെ ഇവിടെ അൺലിമിറ്റഡ് നമുക്ക് എന്ത് കിട്ടും, കേസരി കിട്ടും ഗേസ്. അപ്പോൾ ഞാൻ കഴിച്ചു ഗേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങി. അവിടെ പണി നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടൊന്നും ഞാൻ എടുത്തില്ല. പണി നടക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. പിന്നെന്താ, അങ്ങനെ അവിടെ എന്തൊക്കെ നടക്കുകയാണ്, പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലൊന്നും എടുത്തില്ല. ഞാൻ അവിടെ നിന്ന് ഒരു പേട മേടിച്ചു ഗൈസ്. എൻ്റെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പേട. സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ പേട മേടിച്ചിട്ട് ബാഗിലിട്ടിട്ട് നടന്ന് സിപ്പപ്പ് പേട ഒക്കെ കഴിച്ചിങ്ങനെ പോവും. ആഹാ, അത് അന്തകാലം ഗൈസ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിലും ഉണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുള്ള പുതിയ ആൾക്കാരാണെങ്കിലും കാണുകയാണെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. പിന്നെന്താ, ഇതൊക്കെയാണ്. എൻ്റെ നാത്തൂനാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. പിന്നെ അവളെ പേര് അഭിരാമി എന്നാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ച് നേരെ വിഴിഞ്ഞത്തെത്തി നമ്മളൊരു ജ്യൂസ് കുടിച്ചു. എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. മാംഗോ ജ്യൂസാണ് കുടിച്ചത്.